ഹലോ, നമ്മളിന്ന് ഒരു പുതിയ ഡിഷ് പരിചയപ്പെടാൻ പോവാണ്. തികച്ചും എൻ്റെ മാത്രം. ഞാൻ ശരിക്കും അതേപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും അതേപോലെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചീറ്റിപ്പോയി. അവസാനം ഞാൻ എൻ്റെ രീതിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായം. വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. ഓക്കെ, നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് ഇതിലല്ല ഒഴിച്ചത്. നമ്മുടെ മറ്റേ പൊട്ടറ്റോ മഷ്റൂംസ് ഉണ്ടാക്കിയില്ലേ, അതിനകത്താണ് നമ്മൾ ഒഴിച്ചത്. പക്ഷെ നമ്മളതിനകത്ത് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് വേറെ എന്നാട്ടൊക്കെ പോലെ. എനിവേ നമുക്ക് നോക്കാമേ, അവസാനം സെറ്റ് ആയാലോ. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നല്ല സിമ്മിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്.
നമ്മളിത് ഇട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആവി കയറി വേവണ വരെ നമ്മളത് അങ്ങനെ വിട്ടേക്കാം. നമ്മൾ ആ വെന്തതൊക്കെ ഉണ്ടല്ലോ ഒരു ഐസ് വാട്ടറിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി സോസുകൾ സവാള, ഞാൻ കുറച്ച് കേരള സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ സവാള ഒന്നും ഇടാറില്ല, സ്പ്രിംഗ് ഓനിയൻസ് ഒക്കെ ആണ് അവർ ഇടാറുള്ളത്. ഞാൻ കുറച്ച് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ സ്റ്റൈലിലൊക്കെ ആക്കി എടുക്കാൻ വിചാരിച്ചു. കണ്ടോ, ഇത് മഷ്റൂം ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ മഷ്റൂം പൊട്ടറ്റോ നൂഡിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി കാണാം. നമ്മുടെ പൊട്ടറ്റോ നൂഡിൽസിനുള്ള സോസ് തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി റെഡിയാണ്. നമ്മൾ ഇത് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിക്കും. പ്രത്യേകം ഒട്ടണ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവൂ, വെളിച്ചെണ്ണ യൂസ് ചെയ്ത ടേസ്റ്റേ മാറിക്കും. അപ്പോൾ ഓയിൽ നമ്മൾ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. വെള്ളം ഉണ്ടാവും. 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത ശേഷം നമുക്ക് ഈ സവാള ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ച സവാളയാണ്, അത് നമുക്ക് ഇടാം. ലേശം ഉപ്പ്, നമുക്ക് ഇതിനകത്ത് അധികം ഉപ്പ് ഇട്ടിട്ടില്ല, ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്ത് ആഡ് ചെയ്യണം. നമ്മളിതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് പോകരുത്, ജസ്റ്റ് ഒരു ക്രഞ്ചി ഫീൽ വേണം ഈ ഒനിയന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ആടിക്കിട്ടാൽ മതി. അതുപോലെ ഒന്ന് സോട്ട് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്. നമ്മൾ ഐസ് വാട്ടർ ചെയ്ത് എല്ലാം എടുത്തിട്ട് പാത്രത്തിലോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐസ് വാട്ടർ ഹോട്ട് വാട്ടർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് നമ്മുടെ സോസുകൾ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യാം. നമ്മളിതിനകത്ത് ഇപ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ സോയാ സോസും 2 സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷെഷ്വാൻ ചട്നി ഇവിടെ ഉണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടറ്റോ മഷ്റൂംസിനകത്ത് ആഡ് ചെയ്യാം. ഷെഷ്വാൻ സോസ് കുറച്ച് ചട്നി ഇന്നത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേറെ ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഈ സോസിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇതാണ്. നമുക്ക് കുറച്ച് ലൂസാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഇത് പുഴുങ്ങിയില്ല, നമ്മുടെ മഷ്റൂംസ് പുഴുങ്ങിയ വെള്ളമില്ലേ, ആ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ആവട്ടെ. ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊരു കേരള ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്ത് ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരും ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്കതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുരുമുളക് ഞാൻ ഒരു ലേശം പൊടിച്ചിട്ടുണ്ട്, ഒരു കേരള ടച്ച് കിട്ടും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഈ നമ്മുടെ പൊട്ടറ്റോ മഷ്റൂംസ് ഇതിനകത്തോട്ട് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മഷ്റൂംസിനെല്ലാം നമ്മൾ ഇതിനകത്ത് പറക്കിയിട്ടുണ്ട്. നമ്മളിനി ഇത് ഉടയാണ്ട് പയ്യെ ഒന്ന് എല്ലാത്തിലും അങ്ങ് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. സാധാരണ ഈ കൊറിയൻ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്രേവി ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഗ്രേവിയുടെ ആളായതുകൊണ്ട് ഗ്രേവി ഇരിക്കുന്നവരും തിക്ക കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട്, എനിക്ക് ഗ്രേവി ഇഷ്ടം, ഗ്രേവി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ സ്റ്റൈലുള്ളൊരു ഇതാണിത്. പക്ക ഒറിജിനൽ മഷ്റൂം ഒന്നല്ല, പൊട്ടറ്റോ മഷ്റൂം നൂഡിൽസ് ഒന്നും അല്ലാതെ ഇത് കേരള സ്റ്റൈൽ, എൻ്റെ സ്റ്റൈൽ, സുധിന സ്റ്റൈൽ. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട്. പൊടിയാണ്ട് പയ്യെ ഇളക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സോസ് എല്ലാം അതിനകത്തോട്ട് പിടിച്ചോളും. എന്നിട്ട് നമുക്കത് കുറച്ച് മല്ലിയില ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്കതൊക്കെ പാക്ക് ചെയ്തിട്ട് ചിക്കയുടെ വീട്ടിലോട്ട് പോയിട്ട് അവർക്ക് കൊടുക്കാം. അവരുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് വീട്ടിൽ കാണാം. വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മതെ പിള്ളേർക്ക് കൊടുക്കാൻ നമ്മുടെ ഡിഷ് പകർത്തിയിട്ടുണ്ട്. ചിറ്റ ഇവിടെ തയ്ച്ചോണ്ടിരിക്കുകയാണ്, പിള്ളേരോട് ഇരിപ്പുണ്ട്. അമ്മ കൊടുത്തോ? ഫസ്റ്റ് റിയാക്ഷൻ ആണ്. അഭിപ്രായം കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ പറഞ്ഞേ കുഞ്ഞൻ പറഞ്ഞേ. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് പറ. കഴിക്കിട്ടില്ല. കുഞ്ഞന്റെ മോന്റെ എന്താ അങ്ങനെ എരിയണ്ടാ? അയ്യോ, എത്ര എരിവുണ്ടായിരുന്ന ഇതിലെന്താ ചെരിഞ്ഞേ പറഞ്ഞു പറയിപ്പിക്കണ പോലെ. കണ്ടോ ഗൈസ്, കൊച്ചങ്ങൾ ബോധം കേട്ട് വീഴുന്ന ഡിഷാണ് ഉണ്ടാക്കി. കൊച്ചങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇച്ചിരി എരിവുണ്ട്. അതാണ് ഈ ബോധം കെട്ടോളം കിടക്കല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പോയി കിട്ടി ഗൈസ്.
എന്തായാലും നിങ്ങളിത് പരീക്ഷിക്കണം. ഇത് ഇവര് ചുമ്മാ അഭിനയിക്കണം കേട്ടോ. അപമാനമാണ് ഗൈസ്. ഞാൻ കഴിച്ചോക്കട്ടെ എങ്ങനെ. ഞാൻ കഴിച്ചു, നല്ലതായിരുന്നു. പക്ഷെ കൊച്ചുങ്ങൾക്ക് എരിവ് നല്ല മുളകല്ലേ, ഉണക്കമുളക് ഇട്ടിട്ട് നല്ല മുളകിന്റെ ഇതാണ്. അപ്പൊ ആ എരിവും പുളിയൊക്കെ കൂടി നല്ല രസമുണ്ട്. പക്ഷെ അത് കൊച്ചുങ്ങൾക്ക് പറ്റില്ല എരിവുള്ള. ഇത് അമ്മ ഞാനായിട്ട് പറയാനല്ല, എരുണ്ട്. ഞാൻ ആരെന്തെങ്കിലും പേര് കുറച്ചുകൂടി കുരുമുളക് കിട്ടില്ല, അതാണ് പറ്റിപ്പോയത്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ചിറ്റയ്ക്ക് കൊടുക്കാം. ഗായ്സ് ചിറ്റ കഴിക്കാൻ പോവാണ്. ജനുവരി ആയിട്ടുള്ള ഒപ്പീനിയൻ പറയണം കേട്ടോ. ചിറ്റ ഓവർ എക്സ്പ്രഷൻ ഇടുന്നു. നമ്മുടെ വലിയവർക്ക് ഒരു കുഴപ്പമില്ല, പിള്ളേർക്ക് ഇച്ചിരി അതാണ്. ഇവിടെ ഒരുത്തി കണ്ട എരുണ്ടെങ്കിലും വെള്ളം കുടിച്ചിട്ട് കഴിക്കുന്നുള്ള വാശിയിൽ കഴിച്ചോണ്ടിരിക്കുകയാണ്. കണ്ട അപ്പൊ സൂപ്പറായില്ലേ? അതാണ്. ഓക്കെ, അപ്പൊ അത്രയുള്ള എല്ലാരും ഡു ട്രൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ശരി എന്നാ.